നമസ്കാരം. 2024 ഓഗസ്റ്റ് 16 സന്ധ്യയോടുകൂടി സൂര്യൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുകയാണ്. സൂര്യൻ ചിങ്ങത്തിലും ശനി കുംഭത്തിലും വ്യാഴം ഇടവത്തിലും ആണ് ഈ ഒരു സമയത്ത്. രാഹുവിൻ്റെ ഗോചരം സൂര്യനിൽ നിന്ന് അഷ്ടമത്തിൽ മീനത്തിലും ആയിരിക്കും. അതുപോലെ സൂര്യനിൽ നിന്ന് രണ്ടാമതായിട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രഹമായിട്ടുള്ള കേതു കന്നിയിലും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു ചിങ്ങമാസത്തിൽ കുറച്ച് കൂടുതൽ കോൺഫ്ലിക്റ്റ് കൊണ്ടുതരാൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ബോധവാന്മാരാക്കാനാണ് ഈ ഒരു വീഡിയോ. ഇവിടെ സൂര്യൻ സ്വരാശിയിൽ ബലവാനായിട്ട്, ശനി സ്വരാശിയിൽ ബലവാനായിട്ടിരിക്കുകയാണ്. ഈ ഒരു ഗോചര സമയത്ത് നിങ്ങളുടെ ജാതകത്തിലും ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ശനിയും സൂര്യനും ഒക്കെ ഓപ്പോസിറ്റ് ഇരിക്കുക, കൂടെ ഇരിക്കുക, അതുപോലെ ചിങ്ങത്തിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനം, രാഹു, ചൊവ്വ, അങ്ങനെയുള്ള ശനി തുടങ്ങിയ പാപഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലുണ്ടാകുമ്പോൾ, അതുപോലെ സൂര്യൻ നിങ്ങളുടെ ജാതകത്തിൽ ബലവാനല്ലാതിരിക്കുമ്പോൾ, കൂടാതെ ശനിയുടെയും സൂര്യൻ്റെയും ദശ അന്തർദശകൾ, അങ്ങനെയുള്ള സമയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കുറച്ചുകൂടി കരുതലോട് കൂടിയിരിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഇത് ഓഫീസ് പൊളിറ്റിക്സും വിചാരിക്കാത്ത സമയത്ത് ശത്രുപക്ഷത്തു നിന്നുള്ള ഒരു ആക്രമണവും അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇതിനെ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു സമയത്തെ കാര്യം. അപ്പോൾ പലപ്പോഴും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ദശകൾ ഇതുപോലൊക്കെ വരികയാണെങ്കിൽ, വളരെ വീക്കാണ്, നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ അത്ര ബലമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലഗ്നാധിപനും ബലമില്ലാതിരിക്കുകയാണ്, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ, നല്ല ദശകളുടെ ഒരു സ്വാധീനമില്ലെങ്കിൽ ചിലപ്പോൾ ഓഫീസിൽ നിങ്ങൾ മീറ്റിങ്ങുകളിലും അതുപോലെ ആൾക്കാർ കൂടുന്നിടത്തുമൊക്കെ വെച്ച് നിങ്ങൾക്ക് വികാരഭരിതനായിട്ട് സംസാരിക്കേണ്ടി വരിക, അതുപോലെ മീറ്റിങ്ങുകളിൽ വെച്ച് ഒരുപക്ഷെ വഴക്കിടേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു പോവുക, കൂടാതെ മേലധികാരിയുമായിട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരുക. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ഗോചരമാണ്. അതേസമയം ശനിയുടെയും സൂര്യൻ്റെയും ഒക്കെ ഒരു അവസ്ഥ നല്ലതാണെങ്കിൽ, നല്ല ദശാകാലങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ജോലി ലഭിക്കാൻ, വിദേശയാത്രയ്ക്ക്, വിദേശത്ത് ജോലിക്ക്, അതുകൂടാതെ ആധ്യാത്മിക ജ്ഞാനം നേടാനായിട്ട്, ആത്മീയ പുരോഗതിക്ക്, അതിനൊക്കെ വേണ്ടി നല്ലൊരു സമയമാണ്. നിങ്ങളുടെ ജാതകത്തിലും ശനിയും സൂര്യനുമുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ പോലും, അതായത് 5ാം ഭാവത്തിൽ ശനി വരിക, ശനി അതുപോലെ ചിങ്ങത്തിൽ ശനി വരിക, അതുപോലെ ഏതെങ്കിലും തരത്തിൽ ആ സൂര്യനുമായിട്ട് ശനിക്ക് ബന്ധം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം എന്നത് കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജാതകത്തിൽ പലപ്പോഴും ആ ഒരു 36 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ ഇത്തരം ശനിയുടെ പ്രാമുഖ്യം ഉള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണാറുണ്ട്. അവരുടെ കർമ്മക്ഷേത്രത്തിലായാലും മേലധികാരിയിൽ നിന്നായാലും ഒരുപക്ഷെ നിഷ്കളങ്കരായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും, നിങ്ങൾ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തില്ല, എന്നാലും പലതരത്തിലും ഓഫീസിൽ ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക. ജാതകത്തിലും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം, പിതാവിൽ നിന്ന് സുഖം ലഭിക്കാതെ വരിക, ഒരുപക്ഷെ ദൂരെ നിന്നിട്ടായിരിക്കും, അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കും. അപ്പോൾ ഈ ഒരു സമയത്തും തീർച്ചയായിട്ടും മേലധികാരി, പിതാവ്, മുതിർന്ന ആൾക്കാർ, നിങ്ങളുടെ സീനിയേഴ്സ്, അതായത് നിങ്ങൾ ബഹുമാനിക്കേണ്ടുന്ന തരത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ പ്രശ്നം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ദശകൾ വരികയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിശബ്ദമായി സഹിക്കേണ്ടി വരും ചില കാര്യങ്ങൾ. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ചില അവഗണനകൾ, ഓഫീസിലെ ചില അവഗണനകൾ, ചിലപ്പോൾ ചില അപമാനങ്ങൾ, അതായത് നിങ്ങൾ നന്നായി പെർഫോം ചെയ്തിട്ടും നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും പലപ്പോഴും ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ വെച്ച് നമ്മളെ ഒരു ഒറ്റപ്പെടുത്തുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കണ്ടില്ല എന്ന് നടിക്കുന്ന തരത്തിൽ, അതുമല്ലെങ്കിൽ ആരോപണങ്ങൾ വന്നു ചേരുന്ന അങ്ങനെയുള്ള സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് 6, 8, 12 ഭാവങ്ങളുടെ ദശാകാലങ്ങളിലാണെങ്കിലും ഈ 6, 8, 12 ഭാവങ്ങളുമായിട്ട് ഈ ഒരു സൂര്യനും ശനിക്കുമൊക്കെ ബന്ധമുണ്ടെങ്കിലും, മാത്രമല്ല ഇവരുടെ നക്ഷത്രങ്ങളുമായിട്ടുമൊക്കെ ഈ ഒരു ദശാനാഥന് ബന്ധമുണ്ടെങ്കിലും ഒക്കെ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു ഇവൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് കരുതിയിരിക്കേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ ആരോട് എന്ത് പറയുന്നു എന്ന് സൂക്ഷിക്കുക. കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക. നമ്മൾ ഏറ്റവും വിശ്വസിച്ച ആളായിരിക്കാം നമ്മളെ പറ്റിക്കുന്നത്. അതുപോലെ മീറ്റിങ്ങുകളിലൊക്കെ കഴിയുന്നതും ആ ഒരു നിശബ്ദത, കുറച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും കേൾക്കേണ്ടി വന്നാലും ആ ഒരു നിശബ്ദത, മൗനം പാലിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് സഹിച്ച്
എന്താ പറയുക, ചില പാപഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോൾ അങ്ങനെയുള്ള ദശകളൊക്കെ നമ്മുടെ ബാല്യകാലത്തും യൗവനത്തിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും. ചിലതൊക്കെ മാനസികമായിട്ടുള്ള നിലയിലാണ്, പുറമേ കാണുന്ന ആൾക്കാർക്ക് ഒരു വ്യത്യാസം തോന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കടന്നു വന്ന ആ ഒരു പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ ശനിയുടെ സ്വാധീനം കൂടുതലായിട്ട് വരുമ്പോൾ, സൂര്യൻ ബലവാനല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സഫറിങ്സ് ഉണ്ട്. അതും നിങ്ങൾക്ക് അങ്ങനെയുള്ള ദശകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ, അപ്പോൾ ആ അനുഭവങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ശക്തി പകർന്ന് തന്നിട്ടുണ്ടെങ്കിൽ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും, അതുകൂടാതെ ആ ഉള്ളിൽ എനിക്കും ഒരു ജീവിതമുണ്ട്, എനിക്കും ലക്ഷ്യങ്ങളുണ്ട്, ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതല്ല എൻ്റെ ലക്ഷ്യം, ഇതൊരു മാർഗമാണ്, ആ മാർഗത്തിലെ തടസ്സമാണിത്, അങ്ങനെ മനസ്സിലാക്കി വന്നവരാണ് ഇത്തരം സാഹചര്യങ്ങൾ, ജാതകത്തിൽ ഇത്തരം ഗ്രഹയോഗങ്ങളുള്ളവർ, അതുപോലെ പാപഗ്രഹങ്ങളുടെ ദശയിലൂടെയൊക്കെ കടന്നു വന്നവർ, അവരാണ് പിന്നീട് ഉയരത്തിലേക്ക് എത്തുന്നത്. അത് ചിലരൊക്കെ ആധ്യാത്മികമായിട്ടുള്ള നല്ല ഉയർച്ചയായിരിക്കാം, അവർക്കൊരു റിയലൈസേഷൻ വന്ന് ചേരും. അതുപോലെ ചിലർക്ക് അത് മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കാം. ഇത് രണ്ടും ലഭിക്കുന്നവരുമുണ്ട്. നമ്മുടെ വേദനകൾ നമുക്ക് കൂടിക്കൂടി വരുമ്പോൾ നമ്മളതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട് ഇത് എനിക്ക് വന്നു ചേരുന്നു, എനിക്ക് മാത്രം വന്നു ചേരുന്നു. അപ്പോഴും നമ്മൾ ആധ്യാത്മികമായിട്ട് നമുക്ക് പുരോഗതി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു മാസക്കാലവും ഇത് ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഓഫീസ് അറ്റ്മോസ്ഫിയറിനെ ഒന്ന് സഹിക്കേണ്ടി വരുന്നു. നിങ്ങളുടെ മേലധികാരി കുറച്ചുകൂടി കണ്ണിങ്ങായിട്ട് സമർത്ഥനായിട്ട് പെരുമാറുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങൾക്ക് മേലധികാരിയുമായിട്ടൊരു സൗഹൃദമോ കാര്യമോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊരു തരത്തിൽ അതിനെ കാണാനോ ഒന്നും പോകണ്ട. നിങ്ങൾ വേറെ അദ്ദേഹം വേറെ എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുക. കാരണം ഇതൊരു ട്വിസ്റ്റ് തരുന്ന സമയമാണ്, വിചാരിക്കാത്ത സമയത്ത്. ഇത് മാത്രമല്ല, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ശുക്രനും നീചസ്ഥനാകുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുമായിട്ട്, അതായത് കൊലീഗ്സുമായിട്ട് പ്രത്യേകിച്ചും. ഈ വീഡിയോ പ്രധാനമായിട്ട് ആ ഒരു കർമ്മക്ഷേത്രം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു കൊലീഗ്സുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, എന്താ പറയുക, നിങ്ങൾ അവരുമായിട്ട് ചേർന്ന് പാർട്ടി ചെയ്യുക, മദ്യപിക്കുക, മോശമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ സൂക്ഷിക്കേണ്ടതാണ്. അവിടെ ഈ ഒരു സമയത്ത് ആ കരിയർ നിങ്ങളുടെ സ്വഭാവം മൂലം ചിലപ്പോൾ അഡിക്ഷൻ, സ്വഭാവ ദൂഷ്യം മൂലം ആ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത, അത് ഈ ഒരു മാസം നടക്കണമെന്നില്ല. അതിൻ്റെ ഒരു ടൈം വരും, എല്ലാത്തിനും ഒരു സമയമുണ്ട്. പക്ഷെ അതിനെ ട്രിഗർ ചെയ്യുന്ന ഇവൻറ്റ്സ്, ആ സംഭവങ്ങൾ ഇപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ തരത്തിലും ആ ഒരു മോറൽ വാല്യൂസ് മുറുകെ പിടിച്ചിട്ട് അനൈതികത എന്നൊരു കാര്യത്തിൽ നിന്ന്, അധാർമികത എന്ന കാര്യത്തിൽ നിന്ന് മാറി നിന്നിട്ട് നല്ലൊരു എന്താ പറയുക, വർക്ക് എത്തിക്സും സ്വഭാവത്തിലെ മൂല്യങ്ങളായാലും അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ, സംയമനത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടുന്ന ഒരു മാസമാണ്. അപ്പോൾ ആധ്യാത്മിക ചിന്തകൾ ഇവിടെ ഗുണം ചെയ്യും. അപ്പോൾ ഇവിടെ രാഹു മഹാദശയിലൂടെ കടന്നു പോകുന്നവർ, സൂര്യൻ്റെ ശനിയുടെ മഹാദശ, ഈ പറയുന്ന ഗ്രഹങ്ങളുടെ അന്തർദശകളാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ആ ഉള്ളിൽ ആ ഒരു അഗ്നി നാളം, അതിനെ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾക്കും ഭാവിയുണ്ട്, നിങ്ങളുടെ സങ്കടങ്ങളും തീരും, നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും. ആ ഒരു ശുഭാപ്തി വിശ്വാസം സൂര്യൻ അതൊക്കെയാണ് തരുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തെ, ശനി വളരെ ബലവാനായിട്ട് കുംഭത്തിലിരിക്കുകയാണ്, അതുപോലെ വളരെയധികം ബലവാനായിട്ട് സൂര്യനും ചിങ്ങത്തിലിരിക്കുമ്പോൾ ഈ ഒരു പുഷ് ആൻഡ് പുൾ എന്നൊരു സിറ്റുവേഷൻ നമുക്ക് തരുന്നതാണ്, അപ്പുറത്തും ഇപ്പുറത്തും വലിക്കുന്നത് പോലെ. അതുകൊണ്ട് ഷോർട്ട് കട്ട് എടുക്കുന്നതും പോലെ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നതും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശുക്രൻ ഇവിടെ ഈ ഒരു സമയങ്ങളിൽ ശുക്രൻ നീചസ്ഥനാവുമ്പോൾ, അതുകൊണ്ട് ആ ഒരു നമ്മുടെ മോറൽ വാല്യൂസ്, നമ്മൾ എങ്ങനെ ഏത് കാര്യത്തിന് വേണ്ടി പണം ചിലവഴിക്കുന്നു, നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ മേലധികാരിയുമായിട്ട് അല്ലെങ്കിൽ ഓഫീസിലുള്ള ആൾക്കാരുമായിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം, അതിനെ വളരെ കരുതിയിരിക്കണം. അതും നിങ്ങളുടെ കരിയർ താഴേക്ക് പോകാനുള്ളൊരു സാധ്യതയെ കാണിക്കുന്നു. അപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ടൈമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് എടുത്തു പറയേണ്ടത്, ഒരു കാരണവശാലും ഈ ഒരു ഗോചര സമയത്ത് ഉപഗ്രഹങ്ങളുടെ ദശയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ പുറമേ അങ്ങനെ ഒരു കാട്ടിക്കൂട്ടലുകൾ വേണ്ട. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ ഒരു ഷോ ഓഫ് വേണ്ട. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം പിക്നിക്ക് പോയതോ, അതായത് നിങ്ങളുടെ സന്തോഷം എന്നത് ഈ ഒരു മാസക്കാലം ഷെയർ ചെയ്യാതിരിക്കുക എന്നതാണ്
സന്തോഷം മാത്രമല്ല, ഇങ്ങനെ ഒരു സമയത്ത് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ജാതകത്തിൽ പാപഗ്രഹങ്ങളുടെ ഒരു ദശ നടക്കുക, ഇത്തരം സംയോഗങ്ങൾ, പാപഗ്രഹങ്ങളുടെ ഒരു യുതിയും ത്രികോണ സംബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും, പിന്നെ ഈ ഒരു ഗോചര സമയത്ത് പ്രധാനമായിട്ടും ആ ഒരു കൂടുതലായിട്ടും നമ്മളെ അങ്ങനെ എടുത്തു കാണിക്കുന്ന തരത്തിൽ ഒന്നും വേണ്ട. അതുകൂടാതെ മറ്റൊരു ടെൻഡൻസി ആൾക്കാർക്കുണ്ടാവുന്നത് നമ്മളെപ്പറ്റി എഴുതുക എന്നതാണ്. ഒരുപാട് ആൾക്കാർക്കുണ്ടാകുന്ന ഒരു ടെൻഡൻസി എന്നത് പുറമേ എല്ലാം എഴുതുക, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവരങ്ങനെ എഴുതി പുറം ലോകത്ത് കാണിക്കുക. ചില നക്ഷത്രക്കാർക്ക് അതൊരു പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അത് അനുയോജ്യമല്ല. അതായത് ഒരു ഡിവോഴ്സിലേക്ക് എത്തിയിരിക്കുന്ന ദമ്പതികളിൽ ഒരാൾ, അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും പശ്ചാത്തലം, ഇതിനെപ്പറ്റി ഹൃദയസ്പർശിയായ രീതിയിൽ എഴുതുമ്പോൾ അത് തീർച്ചയായിട്ടും ആ വ്യക്തിയെ കുറേ ആൾക്കാർ അറിയാൻ, അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ സപ്പോർട്ട് ഇതൊക്കെ ലഭിക്കുമായിരിക്കും. ഒന്നും മനസ്സിലാക്കേണ്ടത്, നമുക്ക് വന്നു ചേർന്ന എല്ലാ ദുഃഖങ്ങളും അവഗണനകളും എല്ലാം നമ്മുടെ പ്രാരാബ്ധമാണ്. നമ്മൾ ഏതോ ഒരു ജന്മത്തിൽ ചില ആൾക്കാരോട് ചെയ്തതാണ് തിരിച്ചു വന്നത്. അതിനെയൊക്കെ ഈ ഒരു സമയത്ത് കുറച്ച് സഹിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മറ്റൊരു മാർഗം എന്നത് ധ്യാനം ചെയ്യാം, ഈശ്വരനുമായിട്ട്, നിങ്ങളുടെ ഇഷ്ടദൈവവുമായിട്ട് ഷെയർ ചെയ്യാം, എല്ലാം പങ്കുവയ്ക്കാം ഭഗവതിയുമായിട്ട്, നിങ്ങളുടെ ഇഷ്ടദൈവവുമായിട്ട്. നിങ്ങൾക്കൊരിക്കലും ഇതെല്ലാം ഓൺലൈൻ എഴുതണമെന്നില്ല. അതുപോലെ ഓഫീസിലുണ്ടായ കാര്യം, അതുപോലെ വാട്സപ്പ് പോലെയുള്ള കാര്യങ്ങളിലൂടെ മറ്റുള്ളവരുമായിട്ട്, അടുപ്പമുള്ളവരുമായിട്ട് എഴുതി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇന്നതൊക്കെ ചെയ്തു, എന്നിട്ടും അവർ എന്നോട് ഇങ്ങനെയാണ് പെരുമാറി, മേലധികാരി ഇങ്ങനെ പെരുമാറി, അല്ലെങ്കിൽ എൻ്റെ കൊലീഗ്, ഞാൻ ഇവിടെ ജോലി വാങ്ങിക്കൊടുത്തത് ഞാനാണ്, എന്നിട്ടും എനിക്കിത് സംഭവിച്ചു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടുന്നൊരു സമയമല്ല ഇത്. ഈ ഒരു സമയം എന്നത് നിങ്ങളുടെ ഉള്ളിലെ ഒരു മൗനത്തെ അറിയേണ്ടുന്ന സമയമാണ്. അതേസമയം ചിങ്ങത്തിലെ സൂര്യന് ഉള്ള ടെൻഡൻസി എന്നത് അതങ്ങനെ പ്രകാശം പരത്തിയിരിക്കുന്നൊരു സമയമാണ്. പക്ഷെ ഓപ്പോസിറ്റുള്ള ശനി കുറച്ചുകൂടി നിങ്ങളോട് മറ്റുള്ളവരുടെ നിലയിൽ നിന്ന് ചിന്തിക്കൂ എന്ന് പറയുന്നു. അതായത് നിങ്ങളുടെ ദുഃഖം എന്തുമായിക്കോട്ടെ, നിങ്ങളിപ്പോഴുള്ള അവസ്ഥ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ, അതൊരു രോഗമായിരിക്കാം, റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കാം, കരിയർ പ്രോബ്ലം ആയിരിക്കാം, എന്തുമായിക്കോട്ടെ അതവിടെ സൈഡിൽ വെച്ചിട്ട്, അതാണ് സൂര്യൻ ചെയ്യുന്നത്. സൂര്യൻ കത്തി ജ്വലിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് പ്രകാശം തരുന്നത്. അപ്പോൾ അതവിടെ സൈഡിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെ ലെവലിലേക്ക് വരൂ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കൂ, അവർക്ക് വേണ്ടി ചിന്തിക്കൂ. ആ ഒരു തരത്തിൽ നിങ്ങൾക്കിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഉത്സവകാലങ്ങളും ഒക്കെ വരുമ്പോഴും, ഈ ഭാരതത്തിലായാലും ഭാരതത്തിന് പുറത്തായാലും പലയിടത്തും താമസിക്കുന്ന മലയാളികളാണെങ്കിലും പലതരത്തിലുള്ള ഉത്സവങ്ങൾ വരുന്നുണ്ട്. വിനായക ചതുർത്ഥി ആയാലും കൃഷ്ണാഷ്ടമി ആയാലും പിന്നീട് ഓണം ഒക്കെ ആണെങ്കിലും. അപ്പോൾ ആ ഒരു വളരെയധികം ആഘോഷിക്കുന്നതിന് പകരം കുറച്ചൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രത്യേകിച്ചും അകന്നിട്ട് നമ്മളധികം ഷോ ഓഫ് ചെയ്യേണ്ടുന്നൊരു സമയമല്ല. അത് നേരെ പ്രതിഫലിക്കുന്നത് കർമ്മക്ഷേത്രത്തിലായിരിക്കാം. നിങ്ങളുടെ ഈ ഒരു ആക്സിസ് എന്നത്, ഈ ഒരു ചിങ്ങം കുംഭം എന്ന ഒരു ആക്സിസ് എന്നത് നിങ്ങളുടെ 1, 7 ഭാവങ്ങളാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, നിങ്ങളുടെ പദവിയെ, നിങ്ങൾക്കിപ്പോൾ ഉള്ള പേരിനെ, സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയെ ഒക്കെ ബാധിച്ചേക്കാം. മാത്രമല്ല അവിടെ മറ്റു ഏത് ഗ്രഹം ഇരിക്കുന്നുണ്ട് അതിൻ്റെ കാരകത്വങ്ങളെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് ഈ ഒരു സമയം എന്നത് ശാന്തമായിട്ടിരുന്ന് ധ്യാനം ചെയ്യാനും മന്ത്രജപങ്ങൾ ചെയ്യാനും, അതുപോലെ മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ഇമോഷണലി സപ്പോർട്ട് ചെയ്യാം, പോയി സഹായിക്കാം, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാം, അത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. പുതിയ ജോലി അന്വേഷിക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ജോലി ലഭിക്കാനും, പഴയ ജോലിയിൽ നിന്ന് തിരിച്ചു വിളിക്കാനും, പഴയ മേലധികാരി നിങ്ങളെ തിരിച്ചു വിളിക്കാനും, പുതിയ അവസരങ്ങൾ കൊണ്ടുതരാനും ഒക്കെയുള്ള സാധ്യതകൾ നിങ്ങളുടെ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ ഈ ഒരു സമയത്ത് നടക്കുന്നതുമാണ്. നിങ്ങൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നിങ്ങൾ കുറേ കാലം സേവനം അനുഷ്ഠിച്ചവരിടത്തു നിന്ന് നിങ്ങളുടെ മേലധികാരി നിങ്ങളെ തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ പലതരത്തിലും ഇത് പോസിറ്റീവുമാണ്. പറഞ്ഞു വരുന്നത്, നമ്മളിവിടെ കുറച്ച് നമ്മുടെ വിഷമങ്ങളെ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരോടല്ലാതെ, അത് നമ്മുടെ ഒരു വീട്ടിലെ മെമ്പറെ, നമ്മുടെ ഒരു കുടുംബാംഗം, നമ്മുടെ ആ ഒരു രക്തബന്ധം, അങ്ങനെയുള്ള ആൾക്കാരോടല്ലാതെ കർമ്മക്ഷേത്രത്തിലെ സുഹൃത്തുക്കളുമായിട്ട് ഒന്നും ഷെയർ ചെയ്യേണ്ട ഒരു സമയമല്ല ഇത്. മാത്രമല്ല കർമ്മക്ഷേത്രത്തിൽ കുറേ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സമയമാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട ഈ ഒരു സമയത്ത്. അതേസമയം സൂര്യൻ ഇവിടെ എല്ലാം കൊണ്ടുതരാൻ കഴിയും.
പേര്, പ്രശസ്തി, പൊസിഷൻ, എഡ്യൂക്കേഷൻ എല്ലാം കൊണ്ടുതരാൻ കഴിയും. സന്താനങ്ങളുടെ ഒരു ഉയർച്ചയാണെങ്കിലും നല്ല പൊസിഷനാണ് സൂര്യൻ്റേത്. എന്നാലും നമ്മൾ ഈ ഒരു സമയത്ത് അതിനെ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ടതില്ല. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ സൂര്യന് തരാനുള്ളത് സൂര്യൻ തന്നിരിക്കും. അപ്പോൾ ശനിയുടെ ഈ ഒരു അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ചുകൂടി നമ്മൾ ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഈ ഒരു സമയത്ത് ഈ ഒരു വെല്ലുവിളി, ഈ ശനിയുടെയും സൂര്യൻ്റെയും വെല്ലുവിളി നേരിടേണ്ടത് തന്നെ ആ ഒരു സൂര്യോദയത്തിന് മുന്നേ എണീക്കുക, ആദിത്യ ഹൃദയ സ്തോത്രം കേൾക്കുക, അതുപോലെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അത് ചെയ്യുക, സൂര്യന് ജലം സമർപ്പിക്കുക, ക്ഷേത്ര സന്ദർശനം ചെയ്യുക. ദുർഗാദേവിയെ ആരാധിക്കുന്നത് തീർച്ചയായിട്ടും ശത്രുക്കളിൽ നിന്നൊരു രക്ഷ കൊണ്ടുതരുന്നതാണ്. എന്ന പോസ്റ്റുകളിലൊക്കെ ഉള്ളവരാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ദുർഗാദേവിയെ ആരാധിക്കുന്നത്, പ്രത്യേകിച്ച് പൊസിഷനൊക്കെ ആഗ്രഹമുള്ളവർ ദുർഗാദേവിയെ ആരാധിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്നൊരു സമയമാണ്. മറ്റൊരു കാര്യം എന്നത്, ഈ ഒരു സമയത്ത് ശനിയുടെ ദശകൾ, അത് മഹാദശയാണെങ്കിലും അന്തർ പ്രത്യന്തർ ദശകളൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ശനി ചിലപ്പോൾ നമുക്ക് ഒരു തരം ഗിൽട്ട് കൊണ്ടുതരും. അതുപോലെ എന്താ പറയുക, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടുതരും. അപ്പോൾ ഈ ഒരു സമയത്ത് ശനിയുടെ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ പറയുന്ന സമയങ്ങൾ, 7.5 ശനി, ശനിയുടെ മഹാദശ, അന്തർദശ, പ്രത്യന്തർദശ, അല്ലെങ്കിൽ ഇങ്ങനെ സബ് ദശകളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ആ ഒരു കുറ്റബോധം ഉള്ളിൽ വരുന്നൊരു സമയമാണ്. കഴിഞ്ഞു പോയ സമയങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പറ്റിയ തെറ്റുകൾ, പറഞ്ഞു പോയ വാക്കുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും. അത് ഓർമ്മിപ്പിക്കും സൂര്യൻ അവിടേക്കൊക്കെ പ്രകാശം ഇട്ട് കൊടുക്കുകയാണ്. സൂര്യൻ കുംഭത്തിലേക്ക് പ്രകാശം കൊടുക്കുകയാണ്. ശനിയുടെ മേലേക്കാണ് ആ പ്രകാശം പോകുന്നത്. അപ്പോൾ ശനി അവിടെ നിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കും, ഇതുകൊണ്ടാണ് നീ ഒരു രോഗിയായി തീർന്നത്, ഇതൊക്കെ നീ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് നിനക്കിന്ന് ജോലിയില്ലാത്തത്, ഇങ്ങനെയൊക്കെ നീ പെരുമാറിയിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് ജോലി നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ബന്ധം, ജീവിത പങ്കാളി അല്ലെങ്കിൽ ഏതു ബന്ധവും അതിനെ നീ കാണേണ്ടതുപോലെ കണ്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ അങ്ങനെ ഒരു ഗിൽട്ട്, ആ ഒരു കുറ്റബോധം, അങ്ങനെ ചില കാര്യങ്ങൾ ഇത് പതുക്കെ ഈ ഒരു ശനി കൊണ്ടുതരും, ഓർമ്മിപ്പിക്കും. ചിലതൊക്കെ നിങ്ങൾ മറന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഏൽപ്പിച്ച മുറിവുകളും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളും ഈ ശനി ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും ഈ ഒരു സമയത്ത്. അത് ശനിയുടെ പ്രാധാന്യമുള്ള സമയങ്ങൾ നടക്കുമ്പോഴും ഈ കുംഭത്തിൽ ഗ്രഹങ്ങളുണ്ടാകണം. അതുപോലെ ശനിയുടെ നക്ഷത്രങ്ങളിൽ ഗ്രഹം, ഈ ശനിയുടേതായിട്ടുള്ള ദശ, അന്തർ പ്രത്യന്തർ, അങ്ങനെയുള്ള സബ്ദശകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് ഈ ഒരു വികാരം ഇപ്പോൾ പ്രബലമായിട്ട് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് മനസ്സിൽ ധൈര്യം നേടുക, അതായത് ആ ഒരു കുറ്റബോധത്തിൽ നീറാതെ, അറിഞ്ഞോ അറിയാതെയോ പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ തന്ന മുറിവായിരിക്കാം, അതിലങ്ങനെ നീറിപ്പോകയാതെ നിങ്ങളുടെ ഇഷ്ടദേവതയെ ശരണം പ്രാപിക്കുക. നിങ്ങൾ എല്ലാം തുറന്നു പറയുന്നത് ആ ഒരു ഇഷ്ടദേവതയോടായിരിക്കണം. ബുദ്ധിയില്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, വിവേകമില്ലാതെ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചു പോയി, അന്ന് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, എനിക്ക് ഇന്നത് നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് അന്ന് പ്രതികരിക്കാമായിരുന്നു, ഞാൻ പ്രതികരിച്ചില്ല, അതിനുശേഷം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് തരും ശനി. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ വീണ്ടും നിങ്ങളെ ആ ഒരു എന്താ പറയുക, ഇൻഫീരിയർ ആക്കാൻ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാതെ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരാനായിട്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തനായിട്ടുള്ള ഗുരുവിനെ സമീപിക്കുക. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സൊല്യൂഷൻ, ഒരു കൗൺസിലിംഗ് നേടിയെടുക്കുക, ഒരു ആശ്വാസം നേടിയെടുക്കുക. ഇത് തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങളുടെ ജാതകങ്ങളിൽ പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയുടെ ദശ, അന്തർ പ്രത്യന്തർ ദശകൾ, 7.5 ശനി, ഈ സമയങ്ങളിലൂടെയൊക്കെ ഇതൊക്കെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഇത് അനുഭവിക്കുന്നുണ്ടാകും. ആ പഴയകാല ഓർമ്മകൾ അങ്ങനെ വരും. അപ്പോൾ അതിനെ അങ്ങനെ അനുവദിക്കരുത്. നമ്മളോടും നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക. പലരോടും നമ്മൾ ക്ഷമിക്കുന്നില്ലേ? അങ്ങനെ ഞാൻ അറിവില്ലാത്ത സമയത്ത്, അറിവില്ലാത്ത പ്രായത്തിൽ അങ്ങനെ പറഞ്ഞു പോയി, ലഭിച്ച നല്ലൊരു ജോലി എന്തോ ബുദ്ധിമോശം കൊണ്ട് ഞാനതിന് പോയില്ല, ചേർന്നില്ല, ഇന്ന് ഇതാണ് എൻ്റെ അവസ്ഥ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി തർക്കമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദുരനുഭവമായിരിക്കാം. അതിന് നിങ്ങൾ തന്നെ നിങ്ങളോട് ക്ഷമിക്കുക. അത് വലിയ കാര്യമാണ്. നിങ്ങൾ തന്നെ
നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളോട് പൊറുക്കുക. അതിന് ഞാൻ ഭഗവതിയുടെ കാര്യമാണ് പറയുന്നത്, അമ്മയോട് പറയുക കാര്യങ്ങൾ. അതുപോലെ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട്, ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിൽ തീർച്ചയായിട്ടും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ്, അദ്ദേഹത്തോട് ഇരുന്ന് പറയാം. നിമിഷം മാത്രം കൊണ്ടാണ് അദ്ദേഹം ക്ഷമിച്ചു തരുന്നതും ഉയർത്തുന്നതും നമുക്ക് ആത്മവിശ്വാസം തരുന്നതും. അതുകൊണ്ടത് മടിക്കേണ്ട. ആരോടാണെങ്കിലും നിങ്ങൾ തുറന്നു പറയുക. ഇവിടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ കൊലീഗ്സിനോടും ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോടൊന്നും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ പറയാതെ ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ്, അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ റിലേഷൻഷിപ്പ്. നമ്മുടെ ഏറ്റവും വലിയ ബലം എന്നത് ആ ആധ്യാത്മിക ബലം തന്നെ ആയിരിക്കണം, നമ്മുടെ ഇഷ്ടദൈവവുമായിട്ടുള്ള സംഭാഷണങ്ങളായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു സമയത്തെ മറികടക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പോസിറ്റീവായിട്ട് ഒരുപാട് അവസരങ്ങൾ കൊണ്ടുതരുന്നുണ്ട്. ജോലിയാണെങ്കിലും വിവാഹ സാധ്യതകളാണെങ്കിലും എല്ലാം കൊണ്ടുതരുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ട് നല്ലത് തന്നെയാണ്. ചൊവ്വയും പ്രത്യേകിച്ച് സൂര്യനിൽ നിന്ന് കേന്ദ്രത്തിലായതുകൊണ്ട് ഫലങ്ങൾ തുടക്കത്തിലൊക്കെ തരുന്നുണ്ട്. പ്രത്യേകിച്ച് കരിയറിനെ സംബന്ധിച്ചിട്ട് ധനാർജനത്തിന്, പുതിയ അവസരങ്ങൾക്ക് ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ദശകൾ നെഗറ്റീവ് ആകുമ്പോൾ അതിനെ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ കുറച്ച് അറിവുകൾ, സൂര്യനും ശനിയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് കുറച്ച് അറിവുകൾ, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, മാനസികമായിട്ട് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.